അങ്ങനെ അനീഷും ഷാനവാസും പരസ്പരമുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരും വഴക്കിട്ട് പിരിഞ്ഞു. ഇനി നാളെ ഒന്നാവോന്ന് അറിഞ്ഞുകൂടാ. വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 3 ദിവസങ്ങളിലായിട്ട് 3 ഡിഫറെന്റ് ടാസ്ക് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വീക്ക്ലി ടാസ്ക് മാത്രമല്ല, വീക്ക്ലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന വ്യക്തിക്ക് ടിക്കറ്റ് ഫിനാലയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ബിഗ് ബോസ് പറയാണ്. അത് മാത്രമല്ല, വേറെ ഈ അനുവും നെവിനും തമ്മിലുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നെവിൻ ചോദിച്ചു വാങ്ങിച്ചത് പോലെയാണ് തോന്നിയതെങ്കിലും ഈ അനിമോള് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയില്ലേ. വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യമുണ്ടോ? വീട്ടിലിരിക്കുന്ന പറയുന്നത് അനിമോള് മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇത്ര ലാലേട്ടൻ ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിട്ടും അനിമോൾ ഇത് പറഞ്ഞതിൽ അത് ഒട്ടും കഴമ്പില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, മറ്റേ മാജിക് പോഷൻ ടാസ്ക്, അതായത് മാന്ത്രിക ജലം കുടിക്കുന്ന ടാസ്ക് ഈ ബിഗ് ബോസ് ഇറക്കിയിരിക്കുകയാണ് ഡെയിലി ടാസ്ക് ആയിട്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, പിന്നെ തുറക്കാത്ത ചിലരും തുറന്നിട്ടുണ്ട്, അതും കൂടെ പറയാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ രാവിലെ 7:30 അനീഷ് ഷാനവാസ് തമ്മിലുള്ള അടി നടക്കുന്നത് കേട്ടോ. രാവിലെ ഷാനവാസ് ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് അവിടെ നടക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ. ആൻഡ് അപ്പൊ അനീഷ് എന്ത് ചെയ്തു, ഷാനവാസിനെ വിളിച്ചിട്ട് പറയുകയാണ് നമ്മുടെ എന്തൊന്നാണ് എനിക്ക് കുറച്ച് സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് അനീഷ് ഷാനവാസിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ ഉള്ളതിൽ ഒട്ടും ജെനുവിൻ അല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ട് തോന്നിയത് ഷാനവാസാണ്. ഷാനവാസ് ഒട്ടും ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് അനീഷ് പറയാണ്. അങ്ങനെ അവിടെ തൊട്ട് തുടങ്ങി ആദില നൂറ വിഷയം, നെവിൻ വിഷയം, ഈ വിഷയങ്ങളെല്ലാം എടുത്തിട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വഴക്ക് ഉണ്ടാവുന്നുണ്ട്, പരസ്പരം ടോക്കും വഴക്കും ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതിനു ശേഷം അനീഷ് പറയാണ്, അനീഷ് ഓപ്പൺ ആയിട്ട് എല്ലാരും മുമ്പിൽ വെച്ച് പറയാണ്, ഷാനവാസ് ഇനി എന്റെ മിത്രമല്ല. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട ആരും, ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാനാ വന്നത് പറഞ്ഞ ഷാനവാസ് അവിടെ പറയുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ അപ്പോഴേക്ക് കുറച്ചു പേരൊക്കെ കൂടി നമ്മുടെ സാബുമാനും ലക്ഷ്മിയും നമ്മുടെ ആതിര നൂറയൊക്കെ കൂടിയിട്ടുണ്ട്. ആൻഡ് ഇവർ കൂടിയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഫൈറ്റിംഗ് കാര്യം നടക്കുമ്പോൾ ദയവ് ചെയ്ത് ഇത് അക്ബറിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കില്ലെന്ന് ആദിലെ നൂറയൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന്. ഇവരെന്തിനാ അക്ബറിനെ പേടിക്കുന്നത്? അക്ബറിന്റെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ എന്താ പ്രശ്നം? അപ്പൊ അക്ബറിനെ ഇവർ ശരിക്കും ഒരു വില്ലനാക്കി അവിടെ വെക്കുകയാണ് കേട്ടോ. ആൻഡ് അതിനുശേഷം ഈ ഷാനവാസ് അവിടെ കരയാണ്, ആദിലിന്റെ മുമ്പിൽ കരയാണ്. ഇവനുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാൻ കട്ട് ചെയ്യുകയാണ് എന്ന് ഷാനവാസ് പറയാണ്. ആദ്യം അനീഷ് പറഞ്ഞ് ഷാനവാസ് ഇനി എന്റെ മിത്രമല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഷാനവാസ് കരഞ്ഞുകൊണ്ട് പറയാണ്, ഇനി ഇവനുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാൻ കട്ട് ചെയ്യാണെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം പിരിയുകയാണ്. അനീഷ് അവിടെ വേറെ കളി കളിക്കുന്നുണ്ട്, അത് വേറെ കാര്യം, അത് വീക്ക്ലി ടാസ്ക് ആണ് പറയാം. എന്നിട്ട് അവിടെ ഒരു ആതിരെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്, ഷാനവാസ് കരയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് നമ്മുടെ ആതിര പറയാണ്, ഇവിടെ ഒറ്റയ്ക്ക് കളിക്കുന്നൊക്കെ പറയാണ്. ആതിര മോട്ടിവേഷനൊക്കെ കൊടുക്കുകയാണ്. ഇതിനുശേഷം മോർണിംഗ് സോങ് കഴിഞ്ഞ് വീക്ക്ലി ടാസ്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ഡേയ്സിൽ 3 ഡിഫറെന്റ് വീക്ക്ലി ടാസ്ക് കാണും. ഇതിൽ ഫസ്റ്റ് ഡേയിലെ വീക്ക്ലി ടാസ്ക് പറക്കം തെളിക എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. ആൻഡ് ഇതിൽ അതായത് 3 വീക്ക്ലി ടാസ്കും കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന വ്യക്തി ആ വ്യക്തിക്ക് ടിക്കറ്റ് ഫിനാലെ ഒരു ബെനിഫിറ്റ് ആണ്. ഇതാണ് ടാസ്ക്. അപ്പം ഫസ്റ്റ് ടാസ്ക് വന്നിട്ടുള്ളത് പറക്കം തെളിക എന്നുള്ള ടാസ്ക് ആണ്. നമ്മുടെ സീസൺ 1 ബിഗ് ബോസ് നമ്മുടെ കോയിൻ ടാസ്ക് കൊടുത്തില്ലേ, അതായത് ഈ നമ്മുടെ ബിഗ് ബോസ് കോയിൻ ഇട്ട് കൊടുക്കും, കോയിൻ കളക്ട് ചെയ്യുക, ഓരോ കോയിനും ഓരോ ബെനിഫിറ്റ്സ്, ഓരോ പോയിന്റ് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോയിൻ ടാസ്ക് ഇല്ലേ, സെയിം അതേ ലെവലിലാണ്. പക്ഷെ ഇവിടെ ബോളാണ്, അതായത് ബിഗ് ബോസ് ബോൾ എറിഞ്ഞു കൊടുക്കും, ബോൾ ക്യാച്ച് ചെയ്യുക, യെല്ലോ ബോളിന് ഒരു പോയിന്റും റെഡ് ബോളിന് 3 പോയിന്റും, അങ്ങനെയാണ് ഇത് പോകുന്നത്, അതായത് നമ്മുടെ പോയിന്റ് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ബിഗ് ബോളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് അനിമോൾ ആണെങ്കിൽ ഉള്ള സാരിയും ചുറ്റിക്കൊണ്ട് വന്നിട്ട് അങ്ങോട്ട് ഉരുളല് ഇങ്ങോട്ട് ഉരുളല്, അവിടെ പോയിട്ട് തള്ളല് ഇവിടെ പോയിട്ട് തള്ളല്. ശരിക്കും പറഞ്ഞാൽ അനിമോൾക്ക് എന്തിന്റെ ആവശ്യം? അനിമോൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കണമെന്ന് ഫീൽ ചെയ്ത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സാരി ഉടുത്തുകൊണ്ടെന്ന എങ്ങനെയാണ് ടാസ്ക്, ഒന്നാമതെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആണ് ബോൾ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്ന് തോന്നിയില്ല, ഇടണമായിരുന്നു അനിമോള്. അങ്ങനെ അവിടെ പോയിട്ട് ബോളൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷെ എടുത്ത് കളിച്ച് നന്നായിട്ട് കുറച്ചുകൂടെ മാക്സിമം കളിച്ചത് ആരൊക്കെയെന്ന് വെച്ചാൽ അനീഷും അക്ബർ, ആരിനാണ് ലീഡ് ചെയ്യുന്നത്. ഇവർ 3 പേരാണ് കുറച്ചുകൂടി എടുത്ത് കളിച്ചത്. പിന്നെ ഷാനവാസ്, 4 പേര്. ഇതിൽ ആര്യന്റെയും അനീഷിനെയും കേസ് എടുക്കുകയാണെങ്കിൽ ഇവർ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ്, അനീഷും ആര്യയും. പിന്നെ ഷാനവാസും അക്ബർ ഒബ്വിയസ്ലി അവര് ഹൈറ്റ് കൊണ്ട് മാത്രമല്ല ക്യാച്ച് പിടിക്കാനൊക്കെ അവർക്ക് പെട്ടെന്ന് പറ്റും.
പിന്നെ അത് മാത്രമല്ല ബാക്കി ഉള്ളവർ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. പിന്നെ ഗേൾസിൽ കുറച്ചുകൂടി നന്നായിട്ട് കളിച്ചത് ലക്ഷ്മിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇതില് ആദിലയ്ക്ക് 3 പോയിന്റ്. ഇവർക്ക് ബാസ്കറ്റ് ഉണ്ട്, പക്ഷെ ഈ കോയിൻ ടാസ്ക് കൂടുതൽ മോഷ്ടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ബാസ്കറ്റ് ഉണ്ട്, ബാസ്കറ്റ് എടുത്തിട്ട് അതിന് ആദിലയ്ക്ക് 3 പോയിന്റ്, അനീഷിന് 29 പോയിന്റ്, ആര്യന് 36 പോയിന്റ്. അതായത് യെല്ലോ ബോളിന് 1 പോയിന്റ്, റെഡ് ബോളിന് 3 പോയിന്റ്. ആ ലെവല് ടോട്ടലാണ്. പിന്നെ അതുപോലെ തന്നെ നോറയ്ക്ക് 8 പോയിന്റ്, ലക്ഷ്മിക്ക് 15 പോയിന്റ്, ഷാനവാസിന് 17 പോയിന്റ്, അനുവിന് 7 പോയിന്റ്, പിന്നെ നെവിന് 8 പോയിന്റ്, അക്ബറിന് 32 പോയിന്റ്, സാബുമാന് 12 പോയിന്റ്. ഇങ്ങനെയാണ് പോയിന്റ് നില. ഫസ്റ്റ് റൗണ്ട് അവിടെ കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടില് ബ്ലാക്ക് ബോളും കൂടെ ബിഗ് ബോസ് ഇൻക്ലൂഡ് ചെയ്തു. അതായത് ഒരു ബ്ലാക്ക് ബോളും കൂടെ കൊടുക്കും. ഈ ബ്ലാക്ക് ബോൾ കയ്യിലുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് റീമാച്ച് വിളിക്കാം. അതായത് ആ റൗണ്ട് റദ്ദാക്കിയിട്ട് വീണ്ടും ഒന്നേന്ന് ആ റൗണ്ട് കളിക്കാം, റീമാച്ച് വിളിക്കാം. അപ്പം അത് ആദ്യം ബ്ലാക്ക് ബോൾ കിട്ടുന്നത് നമ്മുടെ അക്ബറിനാണ്. അപ്പം ഈ അക്ബർ പോയിട്ട് എല്ലാവരുടെ ബാസ്കറ്റ് നോക്കിയിട്ട് ബോളൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി അക്ബർ റീമാച്ച് വിളിച്ചു. അങ്ങനെ ആ ടാസ്ക് ആ റൗണ്ട് റദ്ദാക്കി. എന്നിട്ട് എന്തോന്നാണ് ഇത് ആര്യൻ ഇതിനിടയ്ക്ക് അനിമോളായിട്ട് ആര്യൻ തള്ളുന്നൊക്കെയാണ്. അപ്പൊ അത് അനിമോൾ എന്തിനാ അങ്ങനെ തള്ളുന്നത്? അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു വഴക്കും നടക്കുന്നില്ല, പക്ഷെ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്. അപ്പം ഈ ടാസ്കിനിടയിൽ ഇങ്ങനെയൊക്കെ തള്ളൂലെ ആര്യനൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം തള്ളിയില്ല. അപ്പം അനു ഇങ്ങനെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരും കാണിക്കുന്നുണ്ട്. ഇത് ലാലേട്ടൻ ഇത് കാണിച്ചാൽ അനു ഈ ഷോയിൽ ക്വിറ്റ് ആവുമോ എന്ന് പറയാണ്. അപ്പം ഞാൻ ക്വിറ്റ് ആയിക്കൊള്ളുന്ന അനുമോളും പറയാണ്. ക്വിറ്റ് ആവോ ഇല്ലയോ നോക്കാം. അപ്പം വീണ്ടും ബോൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഷാനവാസിനാണ് ബ്ലാക്ക് ബോൾ കിട്ടിയത്. ഷാനവാസ് ഷാനവാസ് അവിടുത്തെ പോയി നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അനീഷ് കിടന്ന് പറയുന്നുണ്ട്, ഷാനവാസെ ബുദ്ധിപൂർവ്വം കളിക്ക്, ഷാനവാസെ എന്റെ പോയിന്റ് നഷ്ടപ്പെടുത്തില്ല, ഷാനവാസെ ഞാൻ സെക്കൻഡ് ആവും, ഷാനവാസെ നഷ്ടപ്പെടുത്തില്ല, ഷാനവാസെ എന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷിന് എനിക്ക് പറഞ്ഞോട്ടെ. അപ്പൊ ലക്ഷ്മി പറഞ്ഞാൽ സ്വാധീനിക്കില്ല എനിക്ക് പറഞ്ഞോട്ടെ. അനീഷിന് പറയാം, പക്ഷെ ഷാനവാസ് കേൾക്കും. ഞാനതിന് ഇവന്റെ വാക്ക് കേൾക്കണം, ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാനാവുന്ന ഷാനവാസ് പറയുന്നുണ്ട്. ആൻഡ് ഇതിനിടയ്ക്ക് ആദിലയും നൂറയും അനുമോളും തമ്മിൽ പ്രശ്നം. ആദിലയുടെ ബോൾ എടുത്ത് നൂറയ്ക്ക് ഇട്ട് കൊടുത്ത് നൂറ് അത് അനുമോൾ എടുത്ത് നൂറയുടെ പോക്കറ്റിൽ നിന്ന് നേരെ ആദിലയുടെ ബാസ്കറ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ അവര് തമ്മിൽ പ്രശ്നം. അനു പറയുന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷാനവാസ് റീമാച്ച് വിളിച്ചപ്പം അനീഷ് അവിടെ കിടന്ന് ബാസ്കറ്റിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഡ്രാമ കളിക്കുകയാണ്. അക്ബർ പറയുന്നുണ്ട് ഡ്രാമ നോക്കണ എന്ന് പറഞ്ഞാൽ അക്ബർ വിളിച്ച് കാണിക്കുകയാണ് എല്ലാവരും. ആൻഡ് ഇതിനുശേഷം പിന്നെയും ബോൾ വീഴുകയാണ്. ബ്ലാക്ക് ബോൾ കിട്ടിയ ആര്യൻ ഒബ്വിയസ്ലി റീമാച്ച് വിളിച്ചു. ആൻഡ് അനീഷ് എന്ത് ചെയ്തു? അനീഷ് അവിടെ ആർഗ്യുമെന്റ് നടത്തുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിയുമായിട്ട് ഷാനവാസ് റീമാച്ച് വിളിച്ച് അവരെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഇയാൾക്ക് എന്തിന്റെ കേടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ബോൾ വീഴുകയാണ്. ബോൾ വീഴുന്ന സമയത്ത് ഇതിനിടയ്ക്ക് കിച്ചണിലൊക്കെ പോയി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഈ ലക്ഷ്മി ആണെങ്കിൽ ലക്ഷ്മി കിച്ചൺ ക്യാപ്റ്റൻ ആണെങ്കിൽ ലക്ഷ്മി ഒരു ഡ്യൂട്ടി അവിടെ ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് അത് ബ്ലാക്ക് ബോൾ വീണിട്ടില്ല. ഇതിൽ ബോൾ കിട്ടുന്നത് സാബുമാന് 19 ബോൾ കിട്ടി. അക്ബർ റീമാച്ച് വിളിച്ചല്ലോ, അതുകൊണ്ട് പോയിന്റ് തന്നെ മാറിയിട്ടുണ്ട്. സാബുമാന് 19 ബോള്, അക്ബറിന് 12 ബോള്, നെവിന് 9 ബോള്, അനുവിന് 17 ബോള്, ലക്ഷ്മിക്ക് 6 ബോള്, ഷാനവാസിന് 11 ബോള്, നൂറയ്ക്ക് 9 ബോള്, ആര്യന് 16 ബോള്, അനീഷിന് 16 ബോള്, ആദിലേക്ക് 16 ബോള്. ഇങ്ങനെയാണ് പോയിന്റ് വന്നത്. എന്നിട്ട് ഇനി അടുത്ത റൗണ്ടില് 2 ബ്ലാക്ക് ബോൾ കിട്ടുമെന്ന് ബിഗ് ബോസ് പറയാണ്. പക്ഷെ 2 ബ്ലാക്ക് ബോൾ ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ അതിൽ റീമാച്ച് വിളിക്കാൻ പറ്റുള്ളൂ, പവർ കാണുള്ളൂ. അങ്ങനെ ആ 2 ബ്ലാക്ക് ബോൾ കിട്ടുന്ന ഒന്ന് ഷാനവാസും ഒന്ന് ആദിലേക്കുമാണ്. അപ്പം അവരവിടെ റീമാച്ച് വിളിക്കുന്നില്ല. അങ്ങനെ പോയിന്റ് വരുന്നത് ആദിലയ്ക്ക് 6 പോയിന്റ്, 6ആണ് നടന്നത്, എഴുതിയ ശരിയായി കേട്ടോ. അനീഷിന് 15, ആര്യന് 15, നൂറയ്ക്ക് 12, ലക്ഷ്മിക്ക് 12, ഷാനവാസിന് എത്ര 20, അനുവിന് 3, നെവിന് 7, അക്ബറിന് 15, സാബുമാൻ 9. ഇങ്ങനെയാണ് പോയിന്റ് തന്നെ വന്നത്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് അനുവും നെവിനും തമ്മിൽ വഴക്ക്. എന്നിട്ട് ഇവിടെ തീർന്നു കേട്ടോ. ആ ദിവസത്തെ ഈ ബോൾ ടാസ്ക് ഇവിടെ കൊണ്ട് തീർന്നു. അതിനുശേഷം അനുവും നെവിനും തമ്മിൽ വഴക്കോടെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് അനുവും അക്ബറും തമ്മിൽ ഇവിടെ സംസാരിക്കുന്നുണ്ട്. എന്റെ കുരുതി കളത്തിലോട്ട് പോകുന്നില്ല, കുരുതി കോർണറിൽ പോകുന്നില്ല, ഇനി വേറെ ആരെ കുരുതി കൊടുക്കാല്ലേ, ഇനി ഇവിടെ ആരെ കുരുതി കൊടുക്കാല്ലേ എന്നൊക്കെ പറഞ്ഞ് അക്ബർ അവിടെ അനു അങ്ങോട്ട് പറയുന്നുണ്ട്, അക്ബർ തിരിച്ചും പറയുന്നുണ്ട്. സമാസമത്തിൽ പോവുകയാണ്. ഇതിനിടയ്ക്ക് നെവിൻ കയറി വന്നിട്ട് എന്തോന്നാണ് കുടിച്ച വെള്ളത്തിൽ അനിമോളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നെവിൻ അവിടെ പറയുന്നുണ്ട്.
അങ്ങനെ അവിടെ നെവിനും അനുമോളും തമ്മിൽ വഴക്കാവുന്നു. ഇവൻ ചുമ്മാ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഇതിനൊക്കെ നെവിൻ പറയുന്നുണ്ട് ഇവൾ എന്റെ അമ്മൂമ്മേനെ ഒക്കെ വിളിക്കുന്നുണ്ടെന്നല്ലോ. അപ്പൊ പറഞ്ഞപ്പം എന്നെ ചുമ്മാ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ എനിക്കത് ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇനി വിളിച്ചാൽ ഞാൻ തിരിച്ചു അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനൊക്കെ വിളിക്കുന്നു പറയുന്നുണ്ട്. അപ്പം നെവിൻ എന്ത് ചെയ്തു? നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, അനുമോള് പോയി നിന്റെ അമ്മയെ വിളിക്കുക, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ പോയി നിന്റെ അമ്മയെ വിളിക്കുക. അങ്ങനെ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനൊക്കെ അനുമോള് വിളിച്ചു. സത്യം പറഞ്ഞ നെവിൻ അവിടെ അമ്മൂമ്മയ്ക്ക് മനഃപൂർവ്വം അമ്മൂമ്മയ്ക്ക് വിളിപ്പിച്ച കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാം. ഇവിടെ അനുമോള് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ നെവിൻ മനഃപൂർവ്വം അനുമോളെ കൊണ്ട് അമ്മൂമ്മയ്ക്ക് വിളിപ്പിച്ച കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ആൾക്കാർ ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഒബ്വിയസ്ലി നെവിൻ അവിടെ കണ്ടന്റ് ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോള് വിളിപ്പിച്ചതാണ്. ഇനിയിപ്പോ നെവിന്റെ ഫാൻസ് ഇത് പൊക്കിക്കൊണ്ട് വരും അനുമോൾ ഇത്ര കാര്യമാണെന്നും പറഞ്ഞു ചീപ്പാണെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നെവിൻ തന്നെയാണ് ഇത് വിളിപ്പിച്ചത്. നെവിൻ തന്നെയാണ് വിളിപ്പിച്ചത് അനുമോളെ കൊണ്ട്. പക്ഷെ ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യമില്ല, അതൊക്കെ വെറും ചീപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തായാലും അനുമോക്ക് കിട്ടും, നെവിന് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവരവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. പോയിട്ട് ന്യൂറൊക്കെ അപ്പം അനു പറയുന്നത് അനു അങ്ങനെ വിളിക്കല്ല, അനു മോശമാണ് അനു അക്ബർ പറയുന്നുണ്ട്. നൂറ പോയിട്ട് അവൻ അങ്ങനെ വിളിക്കുമ്പോ നീ എന്തിനാ അവന്റെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നേ? അപ്പൊ ഞാൻ അവൻ വിളിക്കും, അവൻ ചോദിച്ച് വാങ്ങുന്നതല്ലേ. അതാണ് മുള്ളു പറഞ്ഞ പോയിന്റ്. അവൻ ചോദിച്ച് വാങ്ങുന്നതല്ലേ, ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് വാങ്ങുന്നതല്ലേ, ഞാൻ ഇനിയും വിളിക്കും. അപ്പൊ നീ ആർട്ടിഫിഷ്യൽ കുല പുരുഷൻ നിനക്ക് തിരിച്ചു വിളിക്കും, ഞാൻ വിളിക്കും, ഞാൻ ഇനിയും വിളിക്കുന്ന അനുമോള് പറയുന്നുണ്ട്. അനുമോള് ഇനി എങ്ങനെയായിരിക്കും ലാലേട്ടന്റെ എപ്പിസോഡില്. അങ്ങനെ ഇതിനിടയ്ക്ക് നെവിൻ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്നത് അനുമോളാണ്, അതുകൊണ്ട് അനുമോൾ ആരും അങ്ങനെ പുറത്താക്കൂല എന്നും പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ ഒരു അലിഗേഷൻ ഇറക്കാണ്. സത്യം പറഞ്ഞത് അനുമോള് പറഞ്ഞ ഞാൻ കേട്ടില്ല. അനുമോള് ഞാൻ ബിഗ് ബോസിന് പേയ്മെന്റ് വാങ്ങി ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി അതല്ലാതെ നെവിനോട് പറയുന്നത് ഞാൻ കേട്ടില്ല. അനുമോള് എന്നോട് പറഞ്ഞു 55 ലക്ഷം രൂപ വാങ്ങിയിട്ട് 55 ലക്ഷം രൂപ കണക്കൊക്കെ പറയുന്നുണ്ട് വാങ്ങിയിട്ട് ഞാനിവിടെ എന്റെ ബിഗ് ബോസ് ഇവിടെ നിർത്തുന്നതാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് എന്ന് അനുമോള് എന്നോട് പറഞ്ഞത് നെവിൻ പറയുന്നു. പക്ഷെ ഞാൻ പറയുന്ന കേട്ടിട്ടില്ല. എന്തിനാണോ അത് ഇങ്ങനെ കുറെ അലിഗേഷൻ? ഒരു 16 ലക്ഷത്തിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച 55 ലക്ഷം അല്ല പേയ്മെന്റ് കൊടുക്കുന്നത്. ബിഗ് ബോസ് പേയ്മെന്റ് കൊടുത്തല്ലേ നെവിനെ ഇവിടെ നിർത്തുന്നത്. പേയ്മെന്റ് വാങ്ങിയിട്ട് നെവിന് ഇവിടെ നിർത്തും. അപ്പൊ നെവിന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതൊരു ഫോൾസ് അലിഗേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എത്ര പേയ്മെന്റ് കൊടുത്താലും എന്താ ഈ 55 ലക്ഷം രൂപ എന്തോന്നൊക്കെയാ തോമല് പറയുന്നത്. എന്നിട്ട് ഇതിനിടയ്ക്ക് അമ്മൂമ്മയ്ക്ക് വിളിയൊക്കെ നടന്ന്. ആൻഡ് ഇതിനുശേഷം നെവിൻ എന്ത് ചെയ്തു? നെവിൻ പോയിട്ട് അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് വാ തുറക്കാത്ത ഒരാളെ വാ തുറക്കുന്നത്. അതായത് നെവിൻ പോയിട്ട് അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നത്. അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നെവിൻ പോയി അനുമോളെ അടുത്ത് കിടക്കുന്നുണ്ട്. എന്തോന്നാണ് അനുമോളെ അടുത്ത് പോയി കിടക്കുന്നുണ്ട്. അപ്പം ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ സാബുമാനോ ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട്. നീ എന്ത് പണിയാണോ ഈ ചെയ്യുന്നത്? പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടാണ് നിന്റെ ഇത് ഇറക്കില്ല, പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് നീ എന്തിനാ പോയി ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് അവിടെ സാബുമാൻ പോയിട്ട് സംസാരിക്കണം. സാബുമാൻ പറഞ്ഞ എനിക്കിവിടെ നിന്റെ ഗെയിം ഇഷ്ടമേ അല്ല. സാബുമാൻ ഇന്നലെ സാബുമാനും നെവിനും തമ്മിൽ നല്ല വഴക്കവിടെ ഉണ്ടായിട്ടുണ്ട്. സാബുമാൻ വാ തുറന്ന് കുറെ പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഗെയിം ഇഷ്ടമേ അല്ല, എനിക്ക് ഫിസിക്കൽ അഗ്രഷൻ ഇത് പറ്റുമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയെന്ന് സാബുമാൻ പറയാണ്. എനിക്ക് ഇഷ്ടമല്ല അനുമോളെ ഇവന്റെ എന്ന് ആര് പറയാണ്? സാബുമാൻ പറയുകയാണ്. ഇതിനുശേഷം ഡെയിലി ടാസ്ക് ആയിട്ട് മാജിക് പോഷൻ കൊടുക്കുകയാണ് ബിഗ് ബോസ്. ആദ്യം അനീഷിനും അനുവിനും നെവിനുമാണ് മാജിക് പോഷൻ കിട്ടുന്നത്. അതായത് മറ്റേ മാന്ത്രിക ജലം ടാസ്ക് കിട്ടുന്നത് മാജിക് പോഷൻ തന്നെ അല്ലേ? എന്താ അത് തന്നെ. അങ്ങനെ അനീഷിന് കിട്ടുന്ന സൂപ്പർ സ്റ്റാറിന്റെ മാജിക് വെള്ളമാണ്. അത് അനീഷ് കറക്റ്റ്ലി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അനുവിന് കിട്ടുന്നത് മുഖത്ത് നോക്കി ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു ഇതാണ്, ഒരു കഴിവാണ്. പക്ഷെ അത് അനുമോൾ കറക്റ്റ്ലി ഗസ് ചെയ്യുന്നില്ല. നെവിന് കിട്ടുന്നത് വീട് വിലയ്ക്ക് വാങ്ങാൻ വന്ന വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ നെവിൻ ഏകദേശം അടുത്തൊക്കെ എത്തി, ബിഗ് ബോസിനെ ഊക്കി വിട്ടു കൊടുത്ത് ഏകദേശം അടുത്ത് വരെ എത്തി. പക്ഷെ ഫെയിലായിപ്പോയി. ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചു, അവരെ മുമ്പിൽ നന്നായിട്ട് തന്നെ അഭിനയിച്ചു. ആൻഡ് ഇതിനുശേഷം ആതിരയും അനുവും തമ്മിലുള്ള ടോക്കാണ്, മറ്റേ അമ്മുമ്മ വിളിയില് ആ ഒരു ടോക്ക് അവിടെ നടക്കുകയാണ്. ആൻഡ് ഇതില് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ലെന്നാണ് അനുമോള് പറയുന്നത് ഇവനെ വിളിച്ചിട്ട്. അങ്ങനെ വീക്ക്ലി റേഷനായിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്യാണ്? ഒരു രണ്ടുപേർ പാല് മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അക്ബറിനെ നോമിനേറ്റ് ചെയ്ത് റിഗ്രറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നെവിനും അക്ബറും തമ്മിലൊരു ടോക്കാണ്, നോമിനേഷൻ ഡിസ്കഷൻ ആണ്. അങ്ങനെ അവിടെയാണ് എപ്പിസോഡ് കഴിയുന്നത്.
സത്യം പറഞ്ഞാൽ നല്ല ടാസ്ക് ആയിരുന്നു, വീക്ക്ലി ടാസ്ക് നല്ല ടാസ്ക് ആയിരുന്നു. ഇവര് ഒരു പരസ്പരം ഒരു ഇത് ഇല്ലാതെ അനീഷ് അവിടെ ചെറുതായിട്ട് നോക്കിയെങ്കിലും ഇവര് നന്നായിട്ട് ഇത് കളിച്ചു, ആ ടാസ്കിനെ നന്നായിട്ട് ഇവര് കളിച്ചു, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് അനിമോളുടെ പരാമർശം മോശമാണ്, പക്ഷെ നെവിൻ അത് ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ്. ഷാനവാസ് അനീഷ് ഇനി മിണ്ടോ ഇല്ലേ നാളെ കണ്ടറിയാം. കാരണം എന്തിനാ ഇവര് പിണങ്ങുന്നു ഇന്ന് നല്ലപോലെ അവര് പിണങ്ങുന്നുണ്ട്, പക്ഷെ ഇനി മിണ്ടിയ പോക്കാണ്. ഷാനവാസ് അനീഷ് ഒറ്റയ്ക്ക് കളിക്കട്ടെ. ഈ അനീഷ് ആണെങ്കിൽ പോയിട്ട് പിന്നെയും ഷാനവാസിന്റെ മിണ്ടാൻ നോക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. ഇവര് ശരിക്കും പറഞ്ഞ ഒരു ഫേക്ക് ഡ്രാമ തന്നെയാണ് ഈ അനീഷിന്റെ ഷാനവാസിന്റെ കോംബോ എന്ന് പറയുന്നത്. ഈ അനീഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇവര് ഫേക്ക് കോംബോ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഷാനവാസ് ആണ് അനീഷാണ് ഉണ്ടാക്കുന്നതാണ് കൺഫ്യൂഷൻ. അപ്പൊ ഇനി നാളെ എന്താണ് ഇവരെ കാത്തിരിക്കുന്ന ടാസ്ക് നോക്കാം, നാളത്തെ എന്താണ് കണ്ടന്റ് നോക്കാം. സോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ തമിഴ് എപ്പിസോഡിന്റെ വീക്ക്ലി ഫസ്റ്റ് വീക്കിന്റെ റിവ്യൂവിനെ എത്തിയിട്ടുണ്ട്, അപ്പം അതെല്ലാവരും കാണുക. സോ ഇത്രയേ ഉള്ളൂ. ചാച്ച ആൻഡ് താങ്ക് യു.